നബിദിനത്തിന് കൊടുക്കാൻ വേണ്ടി പായസം റെഡിയാക്കിയിട്ടുണ്ട് നമ്മളെ വിഷ്ണു ക്ഷേത്രത്തിലെ. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാരും വന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. വർഗീയവാദം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേര് പറഞ്ഞിട്ട് തമ്മിൽ തല്ലുന്നവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു 4-5 രസകരമായിട്ടുള്ള വീഡിയോ ദൃശ്യമാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു അമ്പലത്തില് പായസം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? നബിദിനത്തിന് റാലിക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട്. കുട്ടികൾക്ക്, ആ നബിദിനത്തിന്റെ റാലിക്ക് പോകുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇവര് പായസം തയ്യാറാക്കുന്നത്. അതിനുശേഷം ഹൈന്ദവ സ്ത്രീകൾ അറബിപ്പാട്ട് പാടുകയാണ്, ഖുർആൻ ഓതുകയാണ്, നബിദിനത്തിന് മൗലൂദ് പാരായണം ചെയ്യുകയാണ്. ആ ഒരു വീഡിയോ ദൃശ്യം ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. കണ്ടാൽ നമുക്ക് തന്നെ കുളിര് കോരുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്ന ആ ഒരു വീഡിയോയിൽ. ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവരെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തീർച്ചയായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നാണെന്ന് മനസ്സിലുള്ളവരൊന്ന് കമന്റ് കൂടി ചെയ്യുക. അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഫാത്തിമയും എല്ലാരും കൂടി ഒരുമിച്ച് ഓണാഘോഷിക്കുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ദൃശ്യം തന്നെയാണത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണത്തെക്കുറിച്ചും നബിദിനത്തെക്കുറിച്ചും ഒക്കെ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് പ്ലേ ചെയ്തു തരാം. ആദ്യമായിട്ട് നമുക്ക് ഒരു ഹൈന്ദവ യുവതി ഒരു നബിദിനത്തിന് ഒരു പാട്ട് പാടുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടിട്ട് വാ. നൂറ് മുഹമ്മദ് അപ്പൊ ഗൈസ്, ഞാനും കീർത്തിമോളും ഇതാക്കണ നബിദിനം കണ്ടുവരികയാണ്. ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് സന്തോഷത്തിന്റെ നിമിഷത്തോടെ ഇപ്പൊ ഞാൻ പോണത്. പിന്നെ നമ്മളെ നാട്ടുകാരായ വന്ദനാപറമ്പ് ടീം തന്നത് ഒരു അടിപൊളി സ്വീകരണം തന്നെയൊന്നും മറക്കാൻ പറ്റൂല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെരുമാറിക്കും. ഒരുപാട് സന്തോഷം. മക്കളെല്ലാവരും തൃപ്തിപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംഘത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സംഘത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ എന്നോട് അപേക്ഷിക്കുകയാണ്. അപ്പൊ ഇതേപോലെ ഇനി ഒരുപാട് വർഷം ഭൂമിയിൽ ജീവിക്കാനും നമുക്ക് എല്ലാവർക്കും ഇതേപോലെ നബിദിനം ആഘോഷിക്കാനും ഞാൻ ഈ ഒരു പുണ്യ ദിവസത്തില് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി നബിദിനാശംസകൾ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഞാൻ ഈ മതങ്ങളെല്ലാം ഒന്നാണ്, അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം, നമ്മളെല്ലാം ഒരേ ചോരയാണ് എന്നൊക്കെ പറയുന്നത് കുറെ പേർക്കൊന്നും പിടിക്കുന്നില്ല. കുറെ പേര് നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ട്. കാര്യം എനിക്ക് അതൊന്നും ഒരു പ്രശ്നവുമല്ല, ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്. നമ്മളെല്ലാവരും ഒരേ ചോരയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് നബിദിനത്തിനുള്ള ആ നോട്ടുമാല അങ്ങോട്ട് റെഡി ആക്കിയാലോ? ആദ്യം അങ്ങോട്ട് റെഡി ആക്കി തരുന്നതേ ഉണ്ടാക്കറിങ്കോ. അപ്പൊ അതാക്കണ നമ്മളെ നോട്ട്മാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ തുടങ്ങാം. തവക്കത്തുൽ അല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ നമുക്ക് ആ പാട്ടാണ് പാടിയാണ് തുടങ്ങിയാലോ? മേമയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടല്ലോ, നമ്മളെ പിരിശത്തത്തെ പാട്ടേ. പതിമക്കത്തണഞ്ഞുള്ള നൂറുള്ള എനിക്കറിയാം. സൗണ്ടൊക്കെ പോയിന്നൊക്കെ പറഞ്ഞല്ലോ. വോയിസ് റെസ്റ്റിലാണ് കേട്ടോ. ഒരു കാലത്തെ മാപ്പിളപ്പാട്ടിന്റെ തരംഗം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ ആതിര സുജിത്ത്. ഗൾഫിലൊക്കെ പോയി, അങ്ങ് അബുദാബിയിലൊക്കെ പോയി പാട്ട് മുഴുവനാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തിരിച്ച് പോരേണ്ടി വന്നൊരു ഗായിക കൂടിയാണ് നമ്മൾ ആതിര. എന്നാലും ഇപ്പോഴും കുറവില്ല, സൗണ്ട് പോയൊരു ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേക്കട്ടെ ഗൈസ്. മശരിഖ് മഗ്രിബിനുള്ളിയായി മന്നാനയച്ചറസൂലുള്ള. എന്താണല്ലേ ആ ഒരു പാട്ട് കേട്ടിട്ട് സത്യം ശരിക്കും രോമാഞ്ചമാണ് തോന്നുന്നത്. ആലോചിച്ച് നോക്കണം, കേരളത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്. വർഗീയത മനസ്സിൽ പോലും വെച്ചു പുലർത്താത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒത്തിരി പേര്, ഒരു വിഭാഗം ആൾക്കാര് മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മിത്തല്ലലും ബഹളവും ഒരു സമാധാനമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പുറത്തെ ഒരു സിറ്റുവേഷൻ, മതവും ജാതിയും എല്ലാം ഒന്നാണെന്ന് കരുതി ഒരേ പാർട്ടിയും അങ്ങനെയുള്ള ഒരു ഇതും ഇല്ലാതെ, വേർതിരിവും ഇല്ലാതെ ഒരുപോലെ എല്ലാവരെയും കാണുന്ന കുറെ വിഭാഗം ആൾക്കാർ വേറെയുണ്ട്. അവർക്ക് എന്തോരം സമാധാനവും സന്തോഷവും ഉള്ളതെന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക ഇതിൽ ഏതാണ് വേണ്ടതെന്നുള്ളത്. നമ്മുടെ ഉള്ളിലൊന്നും ഒരു വർഗീയതയും ഇല്ലാന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? ഈ വളരെ സ്നേഹമായിട്ട് പിന്നെ ഇന്ന് കാണാൻ പറ്റിയ സന്തോഷമായിട്ടുള്ള കാഴ്ചയാണ്. മതസൗഹാർദ്ദം എന്നും നിലനിൽക്കട്ടെ, എനിക്കതേ പറയാനുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര
എന്താണ് കുറെ ചേച്ചിമാര് നബിദിനത്തിന് ഘോഷയാത്രയ്ക്ക് പോകുന്ന കുട്ടികൾക്കും ആളുകൾക്കും ഒക്കെ പിന്നെ പായസം വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ലേ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്? ഇതൊക്കെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. കുറച്ചു പേരുണ്ട് അവർക്കൊക്കെ തമ്മിൽ തല്ലുന്ന വീഡിയോകൾ കാണാനാണ് ഇഷ്ടം. കാര്യം എന്താ വെച്ചാൽ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേരും പറഞ്ഞ് തമ്മിത്തല്ലലും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് കാണാനാണ് വേറെ കുറെ പേർക്ക് ഇഷ്ടം. ഇനി അടുത്തത് അമ്പലത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാഴ്ചയാണ്. നബിദിനത്തിന് കൊടുക്കാൻ വേണ്ടി പായസം റെഡിയാക്കിയിട്ടുണ്ട് നമ്മളെ വിശ്വമയ്യപ്പ ക്ഷേത്രത്തിലെ മാതൃ സംഘടന അമ്മമാരും പിന്നെ നമ്മളെ എല്ലാരും ചൊല്ലക്കര സുനിയേട്ടുണ്ട്, മോനേട്ടുണ്ട്, ഇങ്ങാരേട്ടുണ്ട്, എല്ലാരും ഉണ്ട്. അടിപൊളി പായസമൊക്കെ സെറ്റാണ് അല്ലേ ചേച്ചിയാ? അടിപൊളിയല്ലേ? അയ്യോ അപ്പൊ വരും. ഇത് എത്തിയിട്ടില്ല, എന്താ പറയാ, റാലി എത്തിയിട്ടില്ല. അപ്പൊ അതിനു മുമ്പ് ഒക്കെ സെറ്റാക്കിയിരിക്കണ്. അടിപൊളിയാണ്. ഇവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസൽമാൻ എല്ലാവരും ഒന്നാണ്. നമ്മളെല്ലാവരും ഒന്നെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവരും ഒരേ ജാതി, ഒരേ മതം, ഒരേ ദൈവം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും എന്റെ വീഡിയോ കാണുന്ന. അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒന്ന് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഷാഫി പറമ്പിലും ഫാത്തിമയും കൂടി ഓണം ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആണ്. അതൊന്ന് കണ്ടിട്ട് വരാം. പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹത്തിന്റെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും ഒരുമിച്ച് അതിജീവിക്കാൻ കഴിയാവുന്ന മനോഹരമായിട്ടുള്ള ഒരു ഓണവും അതിന്റെ എല്ലാ സ്നേഹാശംസകളും നേരെയാണ്. ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ട റസാഖ് മാഷ് ഇവിടെ ഉണ്ട്. നമ്മുടെ DCC പ്രസിഡന്റ് കൊയിലാണ്ടിയുടെ പ്രിയപ്പെട്ട MLA പ്രവീൺ കുമാർ, അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന നടുവത്തൂരിലെ ക്ഷേത്രക്കുളത്തിന്റെ പരിസരത്താണ് ഞങ്ങളിപ്പോ എല്ലാവരും ഉള്ളത്. പ്രിയപ്പെട്ട പാറക്കല് ഇപ്പം വലിയ സന്തോഷത്തിലാണ്. ഇനിയിപ്പോ 2.5 കൊല്ലം കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കാൻ. സൂരജ് ഉണ്ട്, നമ്മുടെ അഭിജിത്ത് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹോസ്റ്റ് ചെയ്യുന്ന ആളിതാണ്. ഉച്ചക്കാവുമ്പോ സദ്യ തരേണ്ടി വരുന്ന വിചാരിച്ചിട്ട് രാവിലെ തന്നെ വിളിച്ചിട്ട് 2 ഇഡ്ഡലിയും തന്നിട്ട് പറഞ്ഞേക്കുള്ള പരിപാടിയാണ്. സൗത്തിന്റെ സ്വന്തം MLA ഇവിടെ ഉണ്ട്. ഇതാ പേരാമ്പ്രയുടെ ഒറ്റ പേര്. അതെ, എന്നാ പിന്നെ അത് വീഡിയോ എടുക്കണ്ടില്ലേ. രമേശിയുണ്ട്. അപ്പം എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരെയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു കുളമാണ്. അതിന്റെ പരിസരത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാ വിഷുവിനും ഓണത്തിനൊക്കെ ഇവിടെ വരാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ എല്ലാ വടകരക്കാരൊന്ന് പ്രത്യേകം പറഞ്ഞോട്ടെ, എല്ലാ വടകരക്കാർക്കും പ്രത്യേക ഓണാശംസകൾ. അപ്പൊ കോഴിക്കോട്ടെ ബാക്കി ആൾക്കാർ 2 പിന്നെ 3 പ്രതികരിച്ചിട്ടുണ്ട്. അടുത്ത ഓണത്തിന്റെ ഇവന്റെ കൂടെ ഒരാളും കൂടെ ആക്കാൻ പറ്റുമോ നോക്കണം. കല്യാണം ഒന്നും കഴിക്കാതെ സുഖമായിട്ട് നടക്കുക. അപ്പം ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇവിടെ അനേക ആളുകൾ ഒരു ഹാപ്പി ഓണം പറഞ്ഞല്ലേ. നിയാസ് വക്കീലേ, ഹാപ്പി ഓണം. മാഷ അവക്കവിടെ സുനന്ദ, നീ എന്താ ഒളിച്ചു നിൽക്കുന്നു? ഇവിടെ വാ. അവിടെ എന്താ വെള്ളം ഉണ്ടോ മുമ്പില്? അബുക്ക ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും ഓണാശംസകൾ. പ്രവീണന്റെ കുടുംബം ഉണ്ട്, എല്ലാവരുടെയും ഓണാശംസകൾ. ഈ കാഴ്ച ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ഈ കുളം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് തവണ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകം കാണിക്കുക. ഇങ്ങനെ തന്നെ കയറാം. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പാലക്കാട്ടുകാർക്കും പ്രത്യേക ഓണാശംസകൾ. കുറ്റ്യാടിക്കാർക്ക് പറയുന്നു. കുറ്റ്യാടിക്കാർക്ക് എല്ലാവർക്കും എന്റെ ഓണാഘോഷം ഉണ്ടായിരുന്നു 22-ന്. അതുപോലെ ഇവിടെ ഇന്ന് ഷാഫിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഗംഭീരമായി ഓണം ആഘോഷിക്കുക. അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ വടകരയും കോഴിക്കോടും കുറ്റ്യാടി പാലക്കാട് അങ്ങനെയൊന്നും മാത്രമല്ല, അത് കോഴിക്കോടിന്റെ കൂടിയാണ്. അപ്പൊ കോഴിക്കോട് ജില്ലയിലാണല്ലോ ഈ. അപ്പൊ അതുകൊണ്ട് കോഴിക്കോട് എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും മുഴുവൻ മലയാളികൾക്കും വളരെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹോസ്റ്റ് MLA കേട്ടോ, പേരാമ്പ്രയുടെ MLA. അപ്പോ ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് സന്ദീപ് വാര്യരുടെ തീപ്പൊരി പ്രസംഗം തന്നെയാണ്. ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ഇവിടെ രാഷ്ട്രീയത്തിന്റെ ഇതൊന്നും ഇല്ല കേട്ടോ. CPM, BJP, അത് ഇത് അങ്ങനെയുള്ള പാർട്ടിയുടെ ഒരു ഇതും ഞാൻ ഇവിടെ പറയുന്നതല്ല. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ദൃശ്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ CPM-ന്റെ ഒരു കോട്ട തന്നെയാണ്. ആ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ഈ സന്ദീപ് വാര്യർ ജയിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് കാണാം. കാസർഗോഡ് ജില്ലയിലെ MLA ആണ്, തൃക്കരിപ്പൂരിലെ MLA ആണ്. യുദ്ധം ചെയ്തിട്ടാണ് ജയിച്ചത്. യുദ്ധം ചെയ്തിട്ട് അക്ഷരാർത്ഥത്തിൽ, വെറുതെ അല്ല, നേർക്കുനേർ നിന്ന് പോരാട്ടം. ഒരു ബൂത്തിൽ പോയി പറഞ്ഞു, നീ പാലക്കാട് നിന്ന് വന്നിട്ട് ഇവിടെ ഷൈൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. പാലക്കാട് നിന്ന് വന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു,
ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. പാലക്കാട് നിന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് വിജയിക്കാൻ വേണ്ടി, ഇവിടെ ജയിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ ഭയപ്പെടുത്തൽ കണ്ട് പിന്തിരിഞ്ഞു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടാണ് ഓരോ ബൂത്തിലും. CPM മാത്രമല്ല, മറ്റൊരു പാർട്ടിക്കും പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നിയോജക മണ്ഡലം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പോലെയല്ല അവിടുത്തെ തെരഞ്ഞെടുപ്പ്. ഇവിടെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോളിംഗ് ബൂത്തിൽ ഇരിക്കാം, ഏജന്റുമാരുണ്ടാവും, വീടുകളിൽ പോയി അഭ്യർത്ഥന കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, വിമർശിക്കാം. പക്ഷേ ഞാൻ മത്സരിച്ച സ്ഥലത്ത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ജീവിതത്തിൽ ഇന്നേ വരെ ഒരു വീട്ടിൽ പോയിട്ട് അഭ്യർത്ഥന കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഏതാണ്ട് 40ഓളം ബൂത്തുകളിൽ നമുക്ക് ആളുകളെ ഇരുത്താൻ പറ്റില്ല, പോളിംഗ് ഏജന്റുമാരെ ഇരുത്താൻ കഴിയില്ല. സധൈര്യം ഇരുന്ന ഒരു മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകയെ 3 മണിവരെ ആ കുട്ടി ജലപാനം കഴിക്കാതെ പോളിംഗ് ബൂത്തിലിരുന്നു. ആ സ്ത്രീ പെൺകുട്ടി, മഹിളാ കോൺഗ്രസിന്റെ പെൺകുട്ടി ബാത്റൂമിൽ പോയില്ല. കാരണം ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് പൂട്ടിയിട്ടാലോ എന്ന പേടിയുണ്ട്. അവർ ബാത്റൂമിൽ പോയില്ല. 3 മണിവരെ ഇരുന്നു കള്ളവോട്ട് തടഞ്ഞുകൊണ്ടേയിരുന്നു. 3 മണിക്ക് ആ കുട്ടിയുടെ നേർക്ക് നായ്ക്കുറിനെ പൊടി എറിയുകയാണ്. ശരീരം മൊത്തം ചൊറിഞ്ഞ് ആ കുട്ടിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോലീസ് ആ കുട്ടിയെ ആശുപത്രിയിലാക്കുന്നു. ഞാൻ അങ്ങോട്ട് ഓടിയെത്തുന്ന സമയത്ത് കാണുന്നത് അവിടുത്തെ പോലീസ് അടക്കമുള്ളവർ സഹായിച്ചുകൊണ്ട് നിർബാധം കള്ളവോട്ട് നടക്കുകയാണ്. ഞാൻ ആദ്യം ആശുപത്രിയിലേക്ക് ഓടിയതിപ്പോ ആ ധീരയായിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകൻ എന്നോട് എന്താ പറഞ്ഞത്, സാർ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, സാറ് ബൂത്തിലേക്ക് പോയി, അവിടെ കള്ളവോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് തടയണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ സന്ദീപ് വാര്യർ ഇതൊക്കെയാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മുഖ്യമന്ത്രി VD സതീശന്റെ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ചില ആചാരങ്ങളുണ്ട്, ചില എല്ലാ മതങ്ങളിലുണ്ട് തെറ്റായി കടന്നുകൂടിയ ആചാരങ്ങൾ, സമീപനങ്ങളുണ്ട്. അതിൽ മാറ്റം വരുത്തിയേ മതിയാവും. അത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു ഭരണകൂടം അല്ല അത് ചെയ്യേണ്ടത്. അത് മതങ്ങളിൽ നിന്ന് തന്നെ ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം. മതങ്ങളിൽ നിന്ന് തന്നെ, അതാത് മതങ്ങളിൽ നിന്ന് തന്നെ ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായി അതാത് മതങ്ങളിൽ തന്നെ അതിന് പരിഹാരം ഉണ്ടാകണം. ഭരണകൂടങ്ങൾ മതപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതിൽ സ്വാർത്ഥതയുണ്ടാകും, അതിൽ വർഗീയത ആരോപിക്കപ്പെടും, തെറ്റായ നടപടികൾ ഉണ്ടാകും, അനാവശ്യമായ കടന്നുകയറ്റങ്ങളായി അത് മാറും. പക്ഷേ എല്ലാ മതങ്ങളിലും ഉണ്ടാകേണ്ട ആ മാറ്റങ്ങൾക്ക് മതങ്ങൾക്കുള്ളിൽ തന്നെ ശക്തമായ സംവാദങ്ങൾ നടക്കണം, വേണ്ടേ, നല്ല ഡിബേറ്റുകൾ നടക്കണം. അതിന് ഒരു നല്ല പരിണത ഫലം, മതത്തിന്റെ പുരോഗമനാത്മകമായ മുഖം സൂക്ഷിച്ചുകൊണ്ട് പോകണം. എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് മറ്റുള്ളവരുടെ മനസ്സുകളിലേക്ക് എത്തിക്കേണ്ട ചുമതലകൾ കൂടി KMനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇസ്ലാം ഒരു കൺസർവേറ്റീവായ, ഒരു യാഥാസ്ഥിതികമായ മതമല്ല. അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിനൊരു ശാസ്ത്രീയമായ അടിത്തറ കൂടിയുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് മുൻപ് തന്നെ പ്രവാചകൻ പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളോട് കരുണയുള്ള പ്രസ്ഥാനമാണ് ഇസ്ലാം. സ്ത്രീ വിരുദ്ധതയാണ് ഇസ്ലാമിൻ്റെതെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് ആളുകൾ. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് നിർത്താൻ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം. പക്ഷെ ആ മുഖം ജനങ്ങളിൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ഇതാണ് എന്ന് പറയാൻ കഴിയണം. അപ്പൊ എന്തായാലും നമ്മുടെ VD സതീശൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.